ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 34ലേക്ക് കടക്കുകയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 34 പറയുന്നത് എന്താണ്? 4 മാസുകൾ, സ്മോൾ എം വീതമുള്ള 4 മാസുകൾ എന്താണ്? ക്യാപിറ്റൽ എം മാസും ക്യാപിറ്റൽ ആർ റേഡിയസുമുള്ള ഒരു ഡിസ്കിന്റെ റിമ്മിൽ സിമെട്രിക്കലായി എന്ത് ചെയ്തിരിക്കുകയാണ്? ലൈ ചെയ്യുകയാണ്, അല്ലെങ്കിൽ അറേഞ്ച് ചെയ്തിരിക്കുകയാണ് എന്ന് പറയാം. നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദിസ് സിസ്റ്റം. ഈ 4 പാർട്ടിക്കിളുള്ള സിസ്റ്റത്തിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യയാണ് കണ്ടുപിടിക്കേണ്ടത്. ആക്സിസ് എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? പാസിംഗ് ത്രൂ വൺ ഓഫ് ദ പാർട്ടിക്കിൾസ് ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ റിം. ഈ റിം, ഡിസ്കിന്റെ റിമ്മിന് പെർപെൻഡിക്കുലറും ഏതെങ്കിലും ഒരു പാർട്ടിക്കിളിലൂടെ പാസ് ചെയ്യുന്നതുമായ ആക്സിസ് ആണ് എന്ത് ചെയ്യേണ്ടത്? ഈ പ്രോബ്ലത്തിൽ നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നോക്കൂ, നമുക്ക് ആ പാർട്ടിക്കിൾ എ എന്നെടുക്കാം. എ എന്നുള്ള പാർട്ടിക്കിളിലൂടെയാണ് അത് പാസ് ചെയ്യുന്നതെന്ന് എടുക്കാം. എന്ത്? ആക്സിസ്. അപ്പോൾ നോക്കൂ, മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ ഡിസ്ക് എബൌട്ട് ആൻ ആക്സിസ് പാസിംഗ് ത്രൂ എ. അപ്പോൾ എയിൽ ഇങ്ങനെ പെർപെൻഡിക്കുലറായി പാസ് ചെയ്യുന്ന ആക്സിസിൽ എബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ എങ്ങനെ കണ്ടുപിടിക്കാം? നിങ്ങൾക്ക് പാരലൽ ആക്സിസ് തിയറം ഉപയോഗിച്ച് എന്ത് ചെയ്യാം? ഇത് കണ്ടുപിടിക്കാം. നോക്കൂ, പാരലൽ ആക്സിസ് തിയറം എങ്ങനെ ഉപയോഗിക്കാം? ഇതിന് പാരലൽ ആയിട്ടുള്ള ആക്സിസ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ഇപ്പോൾ പാസിംഗ് ത്രൂ ദ, അല്ലെങ്കിൽ ഈ ആക്സിസിന് പാരലലായിട്ട് സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലൂടെ അല്ലെങ്കിൽ സെന്റർ ഓഫ് മാസിലൂടെ പാസ് ചെയ്യുന്ന ആക്സിസ് എടുക്കുക. അത് ഈ ആക്സിസ് അല്ലേ? നോക്കൂ, അത് വരയ്ക്കുന്നില്ല. അതായത് ഈ ഡിസ്കിന്റെ സെന്ററിലൂടെ പാസ് ചെയ്യുകയും അതിന്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലറുമായിട്ടുള്ള ഈ ആക്സിസ് അതിലൂടെ, അല്ലെങ്കിൽ ആ ആക്സിസിന് എബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഏതാണോ അതും എന്ത് ചെയ്യുക? അതും അതിൻ്റെ കൂടെ എന്ത് ചെയ്യുക? ഒരു ക്വാണ്ടിറ്റി കൂടെ കൂട്ടുക. എന്ത് ക്വാണ്ടിറ്റിയാണ്? അത് പലതവണ പറഞ്ഞത് എന്താണ്? ഈ ഡിസ്കിന്റെ മാസും ബോഡിയുടെ മാസും ഈ 2 ആക്സിസുകൾ തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിന്റെ സ്ക്വയറും എന്താണ് മാസും ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിന്റെ സ്ക്വയറും തമ്മിലുള്ള പ്രോഡക്റ്റ് എടുക്കുക. അത് എന്തിന്റെ കൂടെ കൂട്ടുക? ഈ ആക്സിസിന്റെ കൂടെ, ജനറൽ ആക്സിസിന്റെ കൂടെ കൂട്ടുക. അപ്പോൾ എന്ത് കിട്ടും? mr² 2 + mr² 3/2 mr² എന്ന് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞാൽ എ എന്ന പാർട്ടിക്കിളിലൂടെ പാസ് ചെയ്യുമ്പോൾ എന്താ? ആക്സിസ് പാസ് ചെയ്യും. അതാണ് ജനറൽ ആക്സിസ്. നമ്മൾ പ്രോബ്ലത്തിൽ മുഴുവനായി എടുക്കുന്ന ആക്സിസ് ഏതാണ്? അപ്പോൾ എ ഇതാണ്. അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു ഏത്? മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ പാർട്ടിക്കിൾ പാസിംഗ്, മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ പാർട്ടിക്കിൾ എ എന്നുള്ള പാർട്ടിക്കിളിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി കണ്ടുപിടിക്കാനുള്ള ഏതാണ്? ബി, സി, ഡി മുതലായ 3 പാർട്ടിക്കിളുകളുടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നോക്കൂ, എയുടെ നമ്മൾ കണ്ടുപിടിച്ചു 3/2 mr² പ്ലസ് ബിയുടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കും? ഓക്കെ, ബിയുടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നോക്കൂ, ബി എന്നുള്ള പാർട്ടിക്കിൾ എടുക്കൂ. ബി എന്നുള്ള പാർട്ടിക്കിളിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കുന്നത് പറഞ്ഞാൽ ബി എന്നുള്ള പാർട്ടിക്കിളിന്റെ മാസ് ഇൻറ്റു ഏത് ആക്സിസിന് എബൌട്ട് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്? ഈ ആക്സിസിന് എബൌട്ട് ആയിട്ട്. അപ്പം ഈ പാർട്ടിക്കിളും ഈ ആക്സിസും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ് എന്ന് കണ്ടുപിടിക്കുക. അതെങ്ങനെ കണ്ടുപിടിക്കും? നോക്കൂ, ഇത് റേഡിയസ് 6 ആണ്, ഇതും 6 ആണ്. അപ്പോൾ നോക്കൂ, ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണെങ്കിൽ അതിന്റെ ഹൈപ്പോട്ടന്യൂസ് എങ്ങനെ കണ്ടുപിടിക്കും? √r² + r² √2r. അതാണ് ആ ഡിസ്റ്റൻസ്. അപ്പോൾ ഈ പാർട്ടിക്കിളിന്റെ മാസ് ഇൻറ്റു ഈ ഡിസ്റ്റൻസിന്റെ സ്ക്വയർ. ഓക്കെ, അതുപോലെ തന്നെയാണ് സി. നോക്കൂ, സിയും ഈ ആക്സിസും തമ്മിലുള്ള ദൂരം എത്രയാണ്? 2r ആണ്. അത് എന്താണ്? √2r അല്ല, 2r ആണ്. കാര്യം എന്താണ്? സിയും ഈ ആക്സിസും തമ്മിലുള്ള ദൂരം എത്രയാണ്? ഈ r + ഈ r, 2r, ഈ ഡയമീറ്ററിന്റെ ലെങ്ത്. ഓക്കെ, പ്ലസ് ഡി എന്താണ്? ഇതേ ദൂരം തന്നെയാണ്. നോക്കൂ, ഈ ട്രയാങ്കിൾ പോലെ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് കിട്ടും? √2r എന്ന് കിട്ടും. അപ്പോൾ നോക്കുക, എ എന്നുള്ള പാർട്ടിക്കിളിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിച്ചു. ബി എന്നുള്ള പാർട്ടിക്കിളിന്റെ അബൌട്ട് ആയിട്ടാണ്. സി എന്നുള്ള പാർട്ടിക്കിളിന്റെ അബൌട്ട് ചെയ്യുമ്പോൾ എത്രയാണ് ഡിസ്റ്റൻസ്? 2r ആണ്. ഓക്കെ, അപ്പോൾ എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരുമ്പോൾ 3/2 mr² + 8 mr² എന്ന് കിട്ടും. ഓക്കെ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? കോമൺ ആയിട്ട് എടുക്കേണ്ടതെല്ലാം എടുക്കുമ്പോൾ 3 M + 16 × m × r²/2 എന്ന് കിട്ടും. അപ്പോൾ എന്താണ്? ഓപ്ഷൻ ബി ആണ്. ഓക്കെ, അപ്പോൾ 34th ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 38ലേക്ക് കടക്കാം. എന്താണ് ക്വസ്റ്റ്യൻ നമ്പർ 38 പറയുന്നത്? എ സർക്കുലർ റിംഗ് ഓഫ് മാസ് M ആൻഡ് റേഡിയസ് R is rotating about its axis with constant angular velocity omega. ഓക്കെ, അപ്പോൾ ഇപ്പം ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ എന്താണ്? പിക്ചറൈസ് ചെയ്തിരിക്കുന്നതാണ്. അറിയാലോ,
ക്യാപിറ്റൽ എം മാസുള്ള ക്യാപിറ്റൽ ആർ റേഡിയസ് ഉള്ള ഒരു സർക്കുലർ റിംഗ് എന്ത് ചെയ്യാണ്, കോൺസ്റ്റന്റ് ആംഗുലർ വെലോസിറ്റി ഒമേഗയിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Two objects each of mass small m are attached gently to the opposite ends of a diameter of the ring. ഈ റിങ്ങിന്റെ ഏതോ ഒരു ഡയമീറ്റർ, ഓക്കെ, ഏതെങ്കിലും ഒരു ഡയമീറ്റർ, അതിന്റെ ഓപ്പോസിറ്റ് എൻഡ്സ്, അതായത് ഡയമട്രിക്കലി ഓപ്പോസിറ്റ് എൻഡ്സിൽ എന്ത് ചെയ്യുന്നു, രണ്ട് സ്മോൾ എം മാസുകൾ അറ്റാച്ച് ചെയ്യുന്നു. നോക്കൂ, നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ദ വീൽ നൗ റൊട്ടേറ്റ്സ് വിത്ത് ആംഗുലാർ വെലോസിറ്റി എത്ര, അതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നോക്കൂ, ഉപയോഗിക്കേണ്ടത് എന്താണ്? നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ പറയാൻ പറ്റും, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം ആണ്. അതായത് ഇനീഷ്യൽ മൊമെന്റം ഇസ് ഈക്വൽ ടു ഫൈനൽ മൊമെന്റം ഇസ് ഈക്വൽ ടു ഇനീഷ്യൽ മൊമെന്റം. ഓക്കെ, അപ്പൊ നോക്കൂ, ഇനീഷ്യൽ മൊമെന്റം എന്താണ്? ഇനീഷ്യൽ മൊമെന്റം എന്ന് പറഞ്ഞാൽ മാസുകൾ അറ്റാച്ച് ചെയ്യാതെ റിങ് മാത്രം റൊട്ടേറ്റ് ചെയ്ത് കൊണ്ടിരിക്കുമ്പോൾ, അപ്പൊ നോക്കൂ, അതിന്റെ ഫോർമുല എന്താണ്? എം ആർ സ്ക്വയർ ഒമേഗയാണ്. എന്ന് വെച്ചാൽ എന്താണ്? ഐ ഒമേഗയാണ്. ഐ എന്ന് പറഞ്ഞാൽ എന്താണ്? എം ആർ സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു മാസുകൾ അറ്റാച്ച് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എം ആർ സ്ക്വയറിനോടൊപ്പം നോക്കൂ, ഈ രണ്ട് മാസുകളുടെയും മൊമെന്റ് ഓഫ് ഇനർഷ്യ വിത്ത് റെസ്പെക്ട് ടു ദിസ് ആക്സിസ്, അതെന്താണ്? എം സ്മോൾ എം ആർ സ്ക്വയർ പ്ലസ് സ്മോൾ എം ആർ സ്ക്വയർ 2mr² ഇൻറ്റു, ഇപ്പോൾ ഈ സിസ്റ്റം റൊട്ടേറ്റ് ചെയ്യുന്നത് വേറൊരു ആംഗുലർ വെലോസിറ്റിയിലാണ്, ഒമേഗ ഡാഷ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആ ഒമേഗ ഡാഷ് തന്നെയാണ്. അപ്പൊ നോക്കൂ, എന്ത് ചെയ്യുക, ഇത് mr² ഒമേഗ ഡിവൈഡഡ് ബൈ, നോക്കൂ, ഈ സാധനം ഡിനോമിനേറ്ററിൽ കൊണ്ടുവരുന്നു. അപ്പോൾ ഒമേഗ ഡാഷ് ഫിസിക്കൽ ടു എന്താണ്? mr² എന്ത് ചെയ്യാം? r² ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും? എം ഒമേഗ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എം പ്ലസ് 2 സ്മോൾ എം. ഓക്കെ, അതാണ് ഒമേഗ ഡാഷ്. ഓപ്ഷൻ സി ആണ് ആൻസർ. 38th ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 40 ആണ് അടുത്തത്. ക്വസ്റ്റ്യൻ നമ്പർ 40 വായിച്ചു നോക്കൂ. എന്താണ്? എ പാർട്ടിക്കിൾ ഓഫ് മാസ് 5 units ഈസ് മൂവിംഗ് വിത്ത് എ യൂണിഫോം സ്പീഡ് 3√2 units in the XOY plane along the line y is equal to x plus 4. The magnitude of the angular momentum about the origin ആണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നോക്കൂ, 5 യൂണിറ്റ് മാസ് ഉള്ള ഒരു പാർട്ടിക്കിൾ എന്ത് ചെയ്യാണ്? 3√2 units, അപ്രോപ്രിയേറ്റ് യൂണിറ്റ്സ് ആണ് സ്പീഡിന്റെ യൂണിറ്റ്സ്, ഇൻ ദ XOY പ്ലെയിൻ. നോക്കൂ, ഇതാണ് XOY പ്ലെയിൻ. XOY പ്ലെയിനിൽ മൂവ് ചെയ്യുന്നു. ഓക്കെ, along the line y is equal to x plus 4. നോക്കൂ, y is equal to x plus 4 എന്ന ലൈൻ ഇതാണ്. y is equal to എന്താണ്? y is equal to x plus 4. നിങ്ങൾ ജോമെട്രിക്കലി എന്ത് ചെയ്യാൻ പറ്റും? ഈ ലൈൻ വരയ്ക്കാൻ പറ്റും. എങ്ങനെ വരയ്ക്കാൻ പറ്റും? കാര്യം എന്താണ്? y is equal to mx plus c എന്നുള്ള ഫോർമുല നിങ്ങൾക്കറിയാം. അതാണ് ഇക്വേഷൻ ഓഫ് എ സ്ട്രെയിറ്റ് ലൈൻ ആണ് വിത്ത് എ സ്ലോപ്പ് m. ഓക്കെ, അപ്പൊ നോക്കൂ, സി എന്താണ്? y ഇന്റർസെപ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ നോക്കൂ, ഇവിടെ എന്താണ്? y ഇന്റർസെപ്റ്റ് 4 ആണ്. അതായത് y ആക്സിസിൽ 4 യൂണിറ്റ് മുകളിലേക്ക് പോയി അവിടെ നിന്നാണ് എന്ത് ചെയ്യുന്നത്? മോഷൻ തുടങ്ങുന്നത്. ഓക്കെ, സംശയമൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. ഇതിന്റെ സ്ലോപ്പ് എന്താണ്? സ്ലോപ്പ് m ആണ്. അപ്പൊ നോക്കൂ, കമ്പയർ ചെയ്യുമ്പോൾ ഈ ഇക്വേഷന്റെ സ്ലോപ്പ് എത്രയാണ്? സ്ലോപ്പ് 1 ആണ്. ഓക്കെ, സ്ലോപ്പ് നിങ്ങൾക്കറിയാം. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ലോപ്പിന്റെ ഡെഫിനിഷൻ ഈസ് ടാൻ തീറ്റ. അപ്പൊ ടാൻ തീറ്റ 1 ആണ് എന്ന് പറഞ്ഞാൽ തീറ്റ എത്രയായിരിക്കും? തീറ്റ ഈസ് നത്തിങ് ബട്ട് 45 ഡിഗ്രി. ഓക്കെ, നോക്കൂ, ഇനി നമുക്ക് കണ്ടുപിടിക്കാം. ആംഗുലാർ മൊമെന്റം എന്ന് പറഞ്ഞാൽ എന്താണ്? മൊമെന്റ് ഓഫ് മൊമെന്റം ആണ്. അതായത് മൊമെന്റം ഇൻറ്റു ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ദി ലൈൻ ഓഫ് ആക്ഷൻ അല്ല, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ദി ഒറിജിൻ. ഓക്കെ, നോക്കൂ, ഇതെന്താണ്? നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? മൊമെന്റം എബൌട്ട് ദി ഒറിജിൻ ആണ്. അതായത് ഏത് സ്ഥാനത്ത് വെച്ചാണോ അല്ലെങ്കിൽ ഏത് സ്ഥാനത്തിന് എബൌട്ട് ആയിട്ടാണോ കണ്ടുപിടിക്കേണ്ടത് അവിടെ നിന്നും എന്താണ് ഈ മൊമെന്റം വരെയുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. നോക്കൂ, ഇതാണ് ലൈൻ, ഇതാണ് മോഷൻ എന്താണ് എക്സിക്യൂട്ട് ചെയ്യുന്ന ലൈൻ. നോക്കൂ, ആ ലൈനും ഒറിജിനും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇതാണ്. ഓക്കെ, അപ്പൊ നോക്കണം, ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കാം? ഈ ആംഗിൾ 45 ആണെങ്കിൽ ഈ ആംഗിൾ 45 ആണ്. ഈ ആംഗിൾ 45 ആണെങ്കിൽ ഈ ആംഗിൾ 45 ആണ്. കാര്യം വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. എന്താണ്? ആംഗിൾസിന്റെ പ്രോപ്പർട്ടി അനുസരിച്ച് നിങ്ങൾക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇതൊരു റൈറ്റ് ആംഗിൾ ഈ ട്രയാംഗിൾ നോക്കൂ, കോസ് 45 എന്താണ്? കോസ് 45 അഡ്ജസന്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഓക്കെ,
സോറി കോസ് 45 അല്ല, സൈൻ 45 ആണ്. സൈൻ 45 എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. സോറി, സൈൻ 45 ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഓപ്പോസിറ്റ് സൈഡ് ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട ഡിസ്റ്റൻസ്, ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. നോക്കൂ, ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എത്രയാണ്? 4 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ 45 ആണ്. ഓക്കെ, അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ്, അതായത് നമുക്ക് കണ്ടുപിടിക്കേണ്ട ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 4 ഇൻറ്റു സൈൻ 45 ആണ്. അപ്പോൾ നോക്കൂ, എല്ലാം കിട്ടിക്കഴിഞ്ഞു. മൊമെന്റം എന്ന് പറഞ്ഞാൽ എന്താണ്? മാസിന്റെ വെലോസിറ്റി ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇൻറ്റു 4 സൈൻ 45 ദാറ്റ് ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു 3 √2 ഇൻറ്റു 4 ഇൻറ്റു 1/√2 ആണ് സൈൻ 45. അപ്പോൾ നോക്കൂ, √2 ക്യാൻസൽ ചെയ്യാം, ബാക്കി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 60 യൂണിറ്റ്സ് എന്ന് കിട്ടും. ഓപ്ഷൻ സി ആണ്. 40th ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 43 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 43 പറയുന്നത് എന്താണ്? ഈ യൂണിഫോം മീറ്റർ സ്കെയിൽ ഓഫ് മാസ് ക്യാപിറ്റൽ എം മാസ് ഉള്ള ഒരു മീറ്റർ സ്കെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ ലെങ്ത് 1 മീറ്റർ ആയിരിക്കും. ഹിഞ്ച്ഡ് അറ്റ് വൺ എൻഡ് ഈസ് ഹെൽഡ് ഹൊറിസോണ്ടൽ. നോക്കൂ, ഈ എൻഡിൽ ഇത് ഫിക്സ് ചെയ്തിരിക്കുകയാണ്. ഇത് ഹൊറിസോണ്ടലായി നമ്മൾ പ്ലേസ് ചെയ്ത്. ഹിഞ്ച്ഡ് അറ്റ് വൺ എൻഡ് ആണ്, അതായത് ഇതിന്റെ മൂവ് ചെയ്യുന്ന ദിശ ഏതാണ്? ഇതാണ്. ഇവിടെ ഹിഞ്ച് ചെയ്തിരിക്കുന്നത്, ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നു? ഫിക്സ് ചെയ്തിരിക്കുന്നു. ഓക്കെ, ഇഫ് ഇറ്റ് ഈസ് റിലീസ്ഡ് വാട്ട് വുഡ് ബി ഇറ്റ്സ് ഇനീഷ്യൽ ആക്സിലറേഷൻ? ഇത് നമ്മൾ റിലീസ് ചെയ്യുമ്പോൾ ഇതിന്റെ ഇനീഷ്യൽ ആക്സിലറേഷൻ എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. നോക്കൂ, നിങ്ങൾക്കറിയാം റിലീസ് ചെയ്യുമ്പോൾ ഇതെന്താണ്? ഇത് റൊട്ടേറ്റ് ചെയ്യുന്നു. ഇനീഷ്യൽ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഇത് എന്ത് ചെയ്യുന്നു? റൊട്ടേറ്റ് ചെയ്യുന്നു. അതായത് നിങ്ങൾ അപ്ലൈ ചെയ്ത ഫോഴ്സ് ഒരു ടേണിംഗ് എഫക്റ്റ് ഉണ്ടാക്കുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ടോർക്ക് ജനറേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, അത് മനസ്സിലായി. അപ്പോൾ ടോർക്ക് ഈസ് ഈക്വൽ ടു അപ്ലൈഡ് ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എന്താണ്? ലൈൻ ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് ഫോഴ്സ് ആൻഡ് എന്താണ്? ഹിഞ്ച് ചെയ്തിരിക്കുന്ന ഈ പോയിന്റും ലൈൻ ഓഫ് ആക്ഷൻ തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് എന്ത് ചെയ്യേണ്ടത്? ഇവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ നോക്കുക, അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ എന്താണ്? ഫോഴ്സ് mg ഇൻറ്റു ഈ 6 നിങ്ങൾ ശ്രദ്ധിക്കണം. കാര്യം എന്താണ്? ഇത് ടോട്ടൽ ലെങ്ത് അല്ല, പിന്നെന്താ? ഈ ഈ മീറ്റർ സ്കെയിലിന്റെ മുഴുവൻ മാസും ഒരു പ്രത്യേക പോയിന്റിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അതെന്താണ്? അത് അതിന്റെ സെന്റർ ഓഫ് മാസ് അല്ലെങ്കിൽ സെന്റർ ഓഫ് ഗ്രാവിറ്റിയാണ്. അത് എവിടെയാണ്? എല്ലിലാണോ? അല്ല, പിന്നെയോ L/2 അപ്പോൾ R എന്ത് കൊടുക്കും? L/2 ദാറ്റ് ഈസ് ഈക്വൽ ടു I. നോക്കൂ, I മൊമെന്റ് ഓഫ് ഇനേർഷ്യയാണ്. മൊമെന്റ് ഓഫ് ഇനേർഷ്യ എബൌട്ട് ആൻ ആക്സിസ്. നോക്കൂ, പാസിംഗ് ത്രൂ ദ സെന്റർ ആണോ? അല്ല, പാസിംഗ് ത്രൂ വൺ ഓഫ് ഇറ്റ്സ് എൻഡ്സ് ആണ്. നോക്കൂ, ഇങ്ങനെയുള്ള ഒരു യൂണിഫോം റോഡിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ ഇക്വേഷൻ നിങ്ങൾ ആ PDF നിന്നും കാണാൻ സാധിക്കും. അത് ml²/3 ആണ്. L ഈ റോഡിന്റെ ലെങ്ത് ആണ്. ഇവിടെ മീറ്റർ സ്കെയിലാണ് റോഡിന് പകരം. ഇൻറ്റു ടോർക്ക്. ഇത് ഏതാണ് ഫോർമുല? ഇത് I ആൽഫയാണ്. ടോർക്കിന്റെ ഫോർമുല I ആൽഫയാണ്. അപ്പൊ Iക്ക് പകരം എന്താണ്? ml²/3 കൊടുക്കുന്നു. ആൽഫയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നോക്കൂ, ഈ 2 ഇക്വേഷൻ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം, ഇത് 2 എണ്ണവും, എന്നിട്ട് ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും? ആൽഫ ഇസ് ഈക്വൽ ടു 3/2 ഇൻറ്റു G/L എന്ന് കിട്ടും. L എത്രയാണ്? മീറ്റർ സ്കെയിൽ ആയതുകൊണ്ട് L ഇസ് ഈക്വൽ ടു 1 ആണ്. അപ്പോൾ ആൽഫ ഇസ് ഈക്വൽ ടു 3/2 G ആണ്. ഓപ്ഷൻ ബി ആണ്. 43rd ക്വസ്റ്റ്യൻ ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 45ലേക്ക് പോകുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 45 പറയുന്നത് എന്താണ്? സ്ട്രിങ് ഓഫ് ലെങ്ത് L ഈസ് ഫിക്സഡ് അറ്റ് വൺ എൻഡ് ആൻഡ് ക്യാരീസ് എ മാസ് സ്മോൾ m അറ്റ് ദി അതർ എൻഡ്. ഓക്കെ, ക്ലിയർ ആണ്. ദാ ഇവിടെ എന്താണ്? സ്മോൾ m മാസ് ക്യാരി ചെയ്യുന്നു. ഓക്കെ, ദ സ്ട്രിങ് മേക്സ് 2/π revolutions per second around a vertical axis ത്രൂ ദ ഫിക്സഡ് എൻഡ്. നോക്കൂ, ഇത് വെർട്ടിക്കൽ ആക്സിസ് ആണെങ്കിൽ ഇതിന് എബൌട്ടായി എന്ത് ചെയ്യുന്നു? 2/π revolutions per second. 2/π revolutions per second എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഫ്രീക്വൻസിയാണ്. അതായത് ഈ സ്ട്രിങ് ഒരു സെക്കൻഡിൽ എന്തുമാത്രം റെവല്യൂഷൻസ് നടത്തുന്നു, അത് 2/π ആണ്. അത് ആംഗുലർ വെലോസിറ്റി അല്ല, അത് നമുക്ക് ആംഗുലർ വെലോസിറ്റി ആക്കി മാറ്റണം. ഓക്കെ, 2/π revolutions per second എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, എന്താണ് ക്വസ്റ്റ്യൻ? അതല്ല, ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കേണ്ടത് എന്താണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? ദ ടെൻഷൻ ഇൻ ദ സ്ട്രിങ്. സ്ട്രിങ്ങിലെ ടെൻഷനാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സംശയമൊന്നുമില്ല. നമുക്ക് ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് കടക്കാം.
നോക്കൂ, ഇത് മാസാണ്, മാസ് എം ആണ്. എന്ത് ചെയ്യുന്നു, അത് ഇവിടെ വരുന്നു. കാര്യം ഇതെന്താണ്, ഈ ആക്സിസിന് എബൌട്ടായി എന്ത് ചെയ്യുന്നു, ഇത് റിവോൾവ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഈ ആക്സിസ് നോക്കൂ, ഇത് വ്യതിചലിക്കുമ്പോൾ, അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ തീറ്റ ഷിഫ്റ്റ് ആണ് ഉണ്ടാകുന്നതെന്ന് അസ്യൂം ചെയ്യുക. ഓക്കെ, അപ്പൊ നോക്കൂ, മാസ് ഇവിടെയാണ്, ഇതിന്റെ വെയിറ്റ് നോക്കൂ, ഗ്രാവിറ്റി ഇതിനെ എന്ത് ചെയ്യുന്നു, താഴേക്ക് വലിക്കുന്നു. അപ്പോൾ എന്താണ്, ഇതിന്റെ വെയിറ്റ് എം ജി ആണ്, അത് താഴേക്കാണ്. ഓക്കെ, നോക്കൂ, ഈ സ്പ്രിങ്ങിൽ ഡെവലപ്പ് ചെയ്യുന്ന ടെൻഷനാണ് ടി. നോക്കൂ, ടി ഇങ്ങോട്ടാണ്. ഈ ടിയെ രണ്ട് കമ്പോണന്റുകളാക്കി നമുക്ക് റിസോൾവ് ചെയ്യാം. ഏതൊക്കെ കമ്പോണന്റുകളാണ്? തീറ്റ, ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ ഈ ആംഗിൾ തീറ്റയാണ്. അപ്പോൾ തീറ്റയോട് അടുത്ത് കിടക്കുന്ന കമ്പോണന്റ് ഏതാണ്? ടി കോസ് തീറ്റയും തീറ്റയോട് അകന്ന് കിടക്കുന്ന കമ്പോണന്റ് ടി സൈൻ തീറ്റ. എളുപ്പത്തിൽ മനസ്സിലാക്കാനാണ് ഈ പറയുന്നത്. ഓക്കെ, ഈ ഡിസ്റ്റൻസ് 6 ആണ് എന്ന് വിചാരിക്കുക, ഇത്രയും 6 ആണ്. ഓക്കെ, ഈ പാത്തിന്റെ റേഡിയസ് ആണെന്ന് വിചാരിക്കാം. നോക്കൂ, ടി സൈൻ തീറ്റ എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ടി സൈൻ തീറ്റ നോക്കൂ, സെൻട്രിപെറ്റൽ ഫോഴ്സ് ആണ്. കാര്യം ഇതെന്ത് ചെയ്യുന്നു, റിവോൾവ് ചെയ്യുകയാണ് ഒരു സർക്കുലർ പാത്തിൽ. സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെന്റർ സീക്കിംഗ് ഫോഴ്സ് ആണ്. നോക്കൂ, സെന്ററിലേക്കുള്ള ഫോഴ്സ് ടി സൈൻ തീറ്റ അല്ലേ? ആ ടി സൈൻ തീറ്റയാണ് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നത്? എം ഒമേഗ സ്ക്വയർ ആർ എന്ത് ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു എം ഒമേഗ സ്ക്വയർ ഇൻറ്റു ആറിന് പകരം നമുക്ക് എങ്ങനെ എഴുതാം? ഇത് എല്ലാണ് ലെങ്ത്. അപ്പോൾ ഈ ട്രയാങ്കിളിൽ നിന്ന് സൈൻ തീറ്റ എടുത്ത് നോക്കൂ. സൈൻ തീറ്റ എന്താണ്? ആർ ബൈ എൽ ആണ് അല്ലേ? ആർ ബൈ എൽ. അപ്പോൾ ആറിന് പകരം എന്ത് കൊടുക്കാം? എൽ സൈൻ തീറ്റ എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നത് ഇത് രണ്ടുമാണ്. ഇത് രണ്ടും ഇതിൽ നിന്ന് സൈൻ തീറ്റ ക്യാൻസൽ ചെയ്യാൻ നിങ്ങൾക്ക് കിട്ടുന്ന എന്താണ്? ടി ഇസ് ഈക്വൽ ടു എം ഒമേഗ സ്ക്വയർ എൽ എന്ന് കിട്ടും. എം ഒമേഗ സ്ക്വയർ എൽ. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു എം എൽ ഇൻറ്റു നോക്കൂ ഒമേഗ സ്ക്വയർ. ഒമേഗ എന്നത് 2π ഇൻറ്റു തന്നിരിക്കുന്ന ഫ്രീക്വൻസിയാണ്. 2π ഇൻറ്റു 2/π. ഓക്കെ, പൈ ക്യാൻസൽ ചെയ്യുന്നു, 4 ആണ്. സ്ക്വയർ എടുക്കുമ്പോൾ 16 ആവും. 16 ml എന്ന് ഉത്തരം കിട്ടും. ഓപ്ഷൻ ബി ആണ്. 45th ക്വസ്റ്റ്യൻ ഓപ്ഷൻ ബി ആണ്. ഓക്കെ, അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 50. ക്വസ്റ്റ്യൻ നമ്പർ 50 എന്താ പറയുന്നത്? എ ലൈറ്റ് സ്ട്രിങ് ഈസ് വൂണ്ട് അറൌണ്ട് എ യൂണിഫോം സിലിണ്ടർ. നോക്കൂ, ഒരു ലൈറ്റ് സ്ട്രിങ് എന്ത് ചെയ്യുന്നു? ലൈറ്റ് സ്ട്രിങ് ഒരു യൂണിഫോം സിലിണ്ടറിൽ ഇങ്ങനെ വൈൻഡ് ചെയ്യുന്നു. ഓക്കെ, ഓഫ് മാസ് എം. നോക്കൂ, ഈ യൂണിഫോം സിലിണ്ടറിന്റെ മാസ് എം ആണ്, ക്യാപിറ്റൽ എം ആണ്. റേഡിയസ് ക്യാപിറ്റൽ ആർ ആണ്. അതുപോലെ സ്ട്രിങ് വൈൻഡ് ചെയ്ത് വന്നിട്ട് സ്ട്രിങ് എന്ത് ചെയ്യുന്നു? സ്ട്രിങ് അവസാനിക്കുന്ന സ്ഥലത്ത് ഇവിടെ എന്ത് ചെയ്യുന്നു? സ്ട്രിങ് ഒരു മാസ് നോക്കൂ, അതായത് ഈ സിലിണ്ടറിന്റെ അതേ മാസ് ഉള്ള മറ്റൊരു വസ്തു എന്ത് ചെയ്യുന്നു? ഇവിടെ അറ്റാച്ച് ചെയ്യുന്നു. ഓക്കെ, ഈ മാസിനെ റിലീസ് ചെയ്യുമ്പോൾ ഇതിന് ലഭിക്കുന്ന ആക്സിലറേഷൻ എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ക്വസ്റ്റ്യൻ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. നോക്കൂ, ഇതിന്റെ റേഡിയസ് ക്യാപിറ്റൽ ആർ ആണ്. നമ്മൾ എന്ത് ചെയ്യും? ജനറലായി ഇതിനെ ആർ എന്ന് കൊടുക്കുന്നു, സ്മോൾ ആർ. നിങ്ങൾക്കറിയാം മോഷൻ താഴേക്കാണ് അല്ലേ? നോക്കൂ, ഈ പോയിന്റിൽ അല്ലെങ്കിൽ ഈ മാസിൽ ആക്ട് ചെയ്യുന്നത് ആരൊക്കെയാണ്? അപ്പോൾ എം ജി എന്നുള്ള ഇതിന്റെ വെയിറ്റും പിന്നെന്താണ്? സ്ട്രിങ്ങിലെ ടെൻഷൻ മുകളിലേക്കാണ്. അപ്പൊ നോക്കൂ, ഇതിന്റെ വ്യത്യാസം എന്ന് പറയുന്നത് എം ജി മൈനസ് ടി ആണ്. കാര്യം എന്താണ്? മാസ് താഴേക്കാണ്, അതിന്റെ മോഷൻ താഴേക്കാണ്. അപ്പൊ എം ജി എന്നുള്ള കമ്പോണന്റ് ആണ് കൂടുതൽ. അപ്പൊ ഇതിന്റെ വ്യത്യാസം എന്ന് പറയുന്നതാണ് ഈ വസ്തുവിൽ ആക്ട് ചെയ്യപ്പെടുന്ന ഫോഴ്സ്. ഓക്കെ, ദാറ്റ് ഈസ് ഗിവൺ ബൈ എം ഇൻറ്റു എ. അപ്പൊ ഇതിൽ നിന്ന് ടെൻഷൻ എങ്ങനെ എഴുതാം? എം ജി മൈനസ് എം എ എന്ന് എഴുതാം. എം ഇൻറ്റു എന്താണ്? ജി മൈനസ് എ എന്ന് എഴുതാം. ഓക്കെ, രണ്ടും എം മതി. ഇത് എന്താണ്? ക്യാപിറ്റൽ എം തന്നെയാണ്. ഓക്കെ, രണ്ടിന്റെയും മാസ് ഒന്നാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത നോക്കൂ, ഇത് ഇവിടെ ഈ ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ റൊട്ടേറ്റിംഗ് എഫക്റ്റ് ആണ് ഉണ്ടാകുന്നത്. ഓക്കെ, കാര്യം ഇത് വൈൻഡ് ചെയ്തിരിക്കുകയാണ്. ഈ ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? റൊട്ടേറ്റിംഗ് എഫക്റ്റ് ആണ് ഉണ്ടാകുന്നത്. അപ്പൊ എന്ത് ചെയ്യും? ടോർക്ക് ജനറേറ്റ് ചെയ്യപ്പെടും. ടോർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അല്ലേ? നോക്കൂ, ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഇവിടെ നിന്നൊരു ലൈൻ ഓഫ് ആക്ഷൻ. ഓക്കെ, അതും ഒറിജിനും തമ്മിലുള്ള, അതായത് ആക്സിസും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് എന്ത്?
ആർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ആറ് ക്യാപിറ്റൽ ആർ തന്നെയാണ്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ടി ഇൻറ്റു ആർ. കാര്യം ടെൻഷൻ പ്രൊവൈഡ് ചെയ്യുന്ന സ്ട്രിങ് ആണ്. ഓക്കെ, ടി ഇൻറ്റു ആർ ദാറ്റ് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു ജി മൈനസ് എ ഇൻറ്റു ആർ. ടോർക്കിന്റെ മറ്റൊരു ഫോർമുല നിങ്ങൾക്കറിയാം, ടോ ഇസ് ഈക്വൽ ടു ഐ ആൽഫ. അപ്പൊ നോക്കൂ, ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്യാം. എം ഇൻറ്റു ജി മൈനസ് എ ഇൻറ്റു സ്മോൾ ആർ ഇറ്റ് ഈസ് ഈക്വൽ ടു ഐ ആൽഫ. ഐ എന്താണ് നിങ്ങൾക്കറിയാം. എന്താണ്? ഒരു സിലിണ്ടറിന്റെ സെന്ററിൽ കൂടി പാസ് ചെയ്യുന്നു. എന്താണ്? അതിന്റെ ആക്സിസിന് പാരലലായിരിക്കും. ഓക്കെ, സിലിണ്ടറിന്റെ ആക്സിസിന് പാരലലായിരിക്കും സെന്ററിലൂടെ പാസ് ചെയ്യുന്നു എങ്കിൽ അങ്ങനെയുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്താണ്? ആ ആക്സിസിന് എബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ എം ആർ സ്ക്വയർ ബൈ 2 ആണ്. ക്യാപിറ്റൽ ആർ സ്ക്വയർ ആണ്. എം ആർ സ്ക്വയർ ബൈ 2 ഇൻറ്റു ആൽഫ. നോക്കൂ, ആൽഫ ആംഗുലാർ ആക്സിലറേഷൻ ആണ്. ആൽഫയുടെ ഫോർമുല എന്താണ്? എ ബൈ ആർ ആണ്. എ എന്താണ്? റേഡിയൽ ആക്സിലറേഷൻ. ഓക്കെ, എ ഇസ് ഈക്വൽ ടു ആർ ആൽഫ എന്നാണ്. അപ്പൊ ആൽഫയ്ക്ക് പകരം നമ്മൾ എന്ത് എടുക്കുന്നു? എ ബൈ ആർ എന്ന് കൊടുക്കുന്നു. അപ്പൊ നോക്കൂ, എം ഇൻറ്റു ജി മൈനസ് എ ഇസ് ഈക്വൽ ടു എം ആർ സ്ക്വയർ ബൈ 2 ഇൻറ്റു എ ബൈ ആർ. ആറ് തന്നെയാണ്, നമ്മൾ മുൻപേ പറഞ്ഞതാണ്. നോക്കൂ, അപ്പോ എന്താണ്? ഇവിടെ ക്യാപിറ്റൽ ആർ കൊടുക്കുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു എം ആർ സ്ക്വയർ ബൈ 2 ഇൻറ്റു എ ബൈ ക്യാപിറ്റൽ ആർ. ക്യാൻസൽ ചെയ്യേണ്ടതെല്ലാം ക്യാൻസൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? ജി മൈനസ് എ ഇസ് ഈക്വൽ ടു എ ബൈ 2 എന്ന് കിട്ടും. എ പ്ലസ് എ ബൈ 2 ഇസ് ഈക്വൽ ടു ജി. 3a by 2 is equal to g. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ g എന്ന് കിട്ടുന്നു. a is equal to എത്ര? നിങ്ങൾക്ക് ലഭിക്കേണ്ട ആക്സിലറേഷൻ 2g/3. ഓപ്ഷൻ സി ആണ്. അപ്പോൾ എത്രയാണ് ക്വസ്റ്റ്യൻ? എത്രയായിരുന്നു? ക്വസ്റ്റ്യൻ 50. ക്വസ്റ്റ്യൻ നമ്പർ 50 ഓപ്ഷൻ സി ആണ്. ഓക്കെ, അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 52 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 52 എന്താണ് പറയുന്നത്? The moment of inertia of a body about a given axis is 1.2 kilogram meter square. Okay. Initially the body is at rest. In order to produce a rotational kinetic energy of 1500 joule, an angular acceleration of 25 radians per second square must be applied about the axis for a time. എത്ര? അപ്പോൾ നോക്കൂ, ക്വസ്റ്റ്യൻ എന്താണ്? ഒരു ബോഡി, അതിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ 1.2 കിലോഗ്രാം മീറ്റർ സ്ക്വയർ ആണ്, ഒരു സ്പെസിഫിക് ആക്സിസിനെ ബോട്ടായിട്ട്. അപ്പൊ നോക്കൂ, 1500 ജൂൾ റൊട്ടേഷണൽ കൈനറ്റിക് എനർജി പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഇതിൽ എന്ത് ചെയ്യണം? 25 റേഡിയൻസ് പെർ സെക്കൻഡ് സ്ക്വയർ എന്നുള്ള ആംഗുലാർ ആക്സിലറേഷൻ അപ്ലൈ ചെയ്യണം. എത്ര നേരത്തേക്ക് അപ്ലൈ ചെയ്യണം എന്നാണ് ക്വസ്റ്റ്യൻ. നോക്കൂ, നിങ്ങൾക്ക് ഐ തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ഇ തന്നിട്ടുണ്ട്, ആൽഫ തന്നിട്ടുണ്ട്. നോക്കൂ, റൊട്ടേഷണൽ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്താണ്? ഹാഫ് ഐ ഒമേഗ സ്ക്വയർ ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു എത്ര തന്നിട്ടുണ്ട്? 1500 ജൂൾ. അപ്പൊ ഇതിന് ഒമേഗ എങ്ങനെ കണ്ടുപിടിക്കാം? റൂട്ട് ഓഫ് 2 ഇൻറ്റു 1500 ഡിവൈഡ് ബൈ 2 ദാറ്റ് ഇസ് ഈക്വൽ ടു എത്ര? ക്യാൻസൽ ചെയ്ത് നമുക്ക് കിട്ടുന്നു 50 റേഡിയൻസ് പെർ സെക്കൻഡ് എന്ന് കിട്ടുന്നു. ഒമേഗ ഇസ് ഈക്വൽ ടു 50 റേഡിയൻസ് പെർ സെക്കൻഡ് ആണ്. നോക്കൂ, ഇനിഷ്യലി റെസ്റ്റിലാണ്. നിങ്ങൾക്ക് റൊട്ടേഷണൽ കൈനമാറ്റിക്സ് അതിലെ ഫോർമുലയാണിത്. ഇതിന് സമാനമായ ഫോർമുല നമ്മൾ മുമ്പ് ലോസ് ഓഫ് മോഷൻ ഡിസ്കസ് ചെയ്താണ്. എന്താണ്? വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. അതിവിടെ വരുമ്പോൾ എന്താണ്? ആംഗുലർ വെലോസിറ്റി ഫൈനൽ ഇസ് ഈക്വൽ ടു ഇനീഷ്യൽ ആംഗുലർ വെലോസിറ്റി പ്ലസ് ആംഗുലർ ആക്സിലറേഷൻ ഇൻറ്റു ടൈം എന്ന് വരും. ഇനീഷ്യൽ ആംഗുലർ വെലോസിറ്റി എത്രയാണ്? 0 ആണ്. ഫൈനൽ നമുക്ക് കിട്ടി. ആൽഫ നമുക്കറിയാം 25 റാഡ് പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ഇൻറ്റു ടി. നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? ടി. ഓക്കെ, ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 1500 ജൂൾ കൈനറ്റിക് എനർജി കൊടുക്കണമെങ്കിൽ 25 റേഡിയൻസ് പെർ സെക്കൻഡ് സ്ക്വയർ ആക്സിലറേഷൻ എത്ര സമയത്തേക്ക് ഇതിൽ ആക്ട് ചെയ്യപ്പെടണം എന്നതാണ് ക്വസ്റ്റ്യൻ. നോക്കൂ, 50 is equal to 25 into t. T is equal to 50/25, 2 seconds. ഓപ്ഷൻ ബി ആണ്. ഓക്കെ, 52 ഓപ്ഷൻ ബി. ഓക്കെ, അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 55 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 55 എന്താണ് പറയുന്നത്? തന്നിട്ടുള്ള ഫിഗർ ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. എ ബി സി ബി സി. ഓക്കെ, F1, F2 and F3 are the three forces acting along the sides AB, BC and AC respectively. നോക്കൂ, AB എന്ന സൈഡിൽ ആക്ട് ചെയ്യുന്നു. എലോങ് AB F1 എന്നുള്ള ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. എലോങ് BC F2 ആക്ട് ചെയ്യുന്നു. എലോങ് AC F3 ആക്ട് ചെയ്യുന്നു.
ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഷുഡ് ബി ദ വാല്യൂ ഓഫ് F3 so that the total torque about O is 0. ഇതാണ് O, ഒറിജിനായിട്ട് എടുത്തിരിക്കുന്നു. അപ്പോൾ എന്താണ്? The value of F3 such that the total torque about O is 0. ഓക്കെ, ടോർക്ക് എന്താണ്? ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്പ്ലേസ്മെന്റ് ആണ്, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ആണ്. നോക്കൂ, റൊട്ടേഷണൽ ഈക്വിലിബ്രിയം എന്ന കണ്ടീഷനാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. അപ്ലൈ ദ കണ്ടീഷൻ ഫോർ റൊട്ടേഷണൽ ഈക്വിലിബ്രിയം. എന്താണ് റൊട്ടേഷണൽ ഈക്വിലിബ്രിയം പറയുന്നത്? ടോട്ടൽ ടോർക്ക് എബൌട്ട്, റൊട്ടേഷണൽ ഈക്വിലിബ്രിയത്തിലാണ് എങ്കിൽ ടോട്ടൽ ടോർക്ക് എബൌട്ട് ദ സ്പെസിഫൈഡ് പോയിന്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ നോക്കൂ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ F1D ആണ് F1 എന്നുള്ള ഫോഴ്സ് കാരണമുള്ള ടോർക്ക്. നോക്കൂ, അതിന്റെ ഡയറക്ഷൻ ഇങ്ങനെ. F2D നോക്കൂ, F2 എന്നുള്ള ഫോഴ്സ് കാരണമുള്ള ടോർക്കാണ്. ഓക്കെ, ഇതാണ് F2 ഇങ്ങനെയാണ്, F1 ഇങ്ങനെയാണ്. ഓക്കെ, നോക്കൂ, ഈ രണ്ട് ഫോഴ്സുകളും കൗണ്ടർ ക്ലോക്ക് വൈസ് ആണ്. ഓക്കെ, നോക്കൂ, ഇതിന്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ്, ഇതിന്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ്. ഇത് ക്ലോക്ക് വൈസ് അല്ല, ഇതെന്താണ്? ഇത് കൗണ്ടർ ക്ലോക്ക് വൈസ് ആണ്. ഓക്കെ, പക്ഷെ F3D എന്ന ഈ ടോർക്ക് നോക്കിയേ, ഇത് ക്ലോക്ക് വൈസ് ആണ്. ഓക്കെ, അപ്പൊ നോക്കൂ, കൗണ്ടർ ക്ലോക്ക് വൈസ് ആയിട്ടുള്ള ടോർക്കുകൾ പോസിറ്റീവായിട്ട് എടുക്കുക, ക്ലോക്ക് വൈസ് ആയിട്ടുള്ള ടോർക്കുകൾ നെഗറ്റീവായിട്ട് എടുക്കുക. നമ്മളുടെ ക്വസ്റ്റ്യൻ എന്താണ്? F3യുടെ വില എത്ര? കണ്ടീഷൻ എന്താണ്? ദ ടോട്ടൽ ടോർക്ക് അബൌട്ട് ദിസ് പോയിന്റ് O ഈസ് 0. നോക്കൂ, നിങ്ങൾ ടോട്ടൽ ടോർക്ക് ആഡ് ചെയ്യുന്നു, F1D പ്ലസ് F2D മൈനസ് F3D. എന്തുകൊണ്ടാണ് മൈനസ് വന്നത്? F3D ഈസ് എ ക്ലോക്ക് വൈസ് ടോർക്ക്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 0. D ക്യാൻസൽ ചെയ്യുന്നു. F3 is equal to F1 plus F2. ഓപ്ഷൻ D. 55th question, ഓപ്ഷൻ D.